മരണം, കാലപാശം. രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകൾ പ്രീതി, അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ് മരണം. നിങ്ങളൊക്കെ എപ്പോഴും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിശയം. ദേ, ഇന്ത്യ വിക്ഷേപിച്ച 3ാമത്തെ ഉപഗ്രഹം ചന്ദ്രയാൻ 3 അങ്ങ് ചന്ദ്രനിൽ ഇറങ്ങി. അതവിടെ പണിയും തുടങ്ങി. അപ്പോഴാ ജപിച്ച ഒരു തകിട് വെച്ച് മരണത്തെ തടയുന്നത്. 1-2 ദിവസം അധ്വാനം കൊണ്ടാണോ മോനെ ഉപഗ്രഹം ചന്ദ്രനിലിറങ്ങിയത്? ആയിരക്കണക്കിന് ആൾക്കാരുടെ കാലങ്ങൾ നീണ്ട അധ്വാനം, പ്രാർത്ഥന ഒക്കെ അതിന് പിന്നിലില്ലേ? തന്റെ ജീവന് ദോഷമായി ഒന്നും ചെയ്യില്ല എന്ന് ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന രോഗിയുടെ ഒരു വിശ്വാസമുണ്ട്. അത് ഈ ബുള്ളറ്റുകൾ ചീറി വരുന്ന യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ കൂടെയുള്ളവർ ചതിക്കില്ല എന്നുള്ള ഒരു സൈനികന്റെ ഒരു വിശ്വാസമുണ്ട്. അത് എല്ലാം ഒരു വിശ്വാസമാണ് മോനെ. അച്ഛാ, അത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. പ്രീതിയുടെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാനാവില്ല. മറ്റന്നാൾ പൗർണമി രാത്രിയാ. പഞ്ചകൈലാസത്തിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാവരും തയ്യാറായിക്കൂ. വിസമ്മതം ഉണ്ടോ അർജുന്? ഇല്ല. ആരെയും നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതായിട്ട് വിചാരിക്കണ്ട. ഒരു പ്ലഷർ ട്രിപ്പായിട്ട് അങ്ങ് കരുതിയാൽ മതി. കാണാൻ ഏറെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പഞ്ചകൈലാസം. അർജുനും പ്രീതിക്കൊപ്പം വിഷ്ണുവും ശാലിനിയും കൂടെ പോകുന്നു. ഹണിമൂൺ ട്രിപ്പോ? തോലഞ്ഞു. ഒപ്പം സുസ്മിതയും. അടിച്ചു മോനെ. ശാലിനിയെ തള്ളിയിട്ടിട്ട് ഈ ട്രിപ്പ് എന്റെയും വിഷ്ണുവേട്ടന്റെയും ഹണിമൂൺ ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രോഹിത്തിനോട് നീ പറയോ അതോ ഞാൻ വിളിച്ചു പറയണോ? ഞാൻ ഇവർക്കൊപ്പം പോകുന്ന കാര്യമല്ലേ, അത് ആന്റി തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. നീ മാത്രം പോകുന്ന കാര്യമല്ല, രോഹിത്ത് നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ആന്റി, രോഹിത് എന്തിനാ? എനിക്കറിയാം മോളെ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുമ്പോൾ നിനക്കുള്ള സങ്കടം. ഇപ്പൊ തന്നെ കുഞ്ഞിനെ കണ്ട് കൊതി തീരാത്തോണ്ടല്ലേ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ തന്നെ എനിക്ക് പാരയായി. ഇനിയും നിങ്ങളെ പിരിച്ചു നിർത്താൻ മാത്രം ക്രൂരയല്ല സത്യഭാമ. പഞ്ചകൈലാസത്തിലേക്ക് അവനും വരട്ടെ നിങ്ങളുടെ ഒപ്പം. അല്ല, അതൊക്കെ ചെലവല്ലേ ആന്റി? എന്ത് ചെലവ്? അവിടേക്കൊരു കാറ് പോന്നു.
നിനക്കേതായാലും അവിടെ ചെന്ന് റൂം എടുക്കണം. ആ കൂട്ടത്തിൽ രോഹിത്തോട് വരട്ടെ. പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ എല്ലാവരുമായിട്ട്. മൊത്തം പൊളിഞ്ഞിട്ട് നിൽക്കുക ആന്റി. അപ്പോ അതങ്ങനെ അങ്ങ് തീരുമാനിച്ചു. അത് മതി. ആ ശാലിനി മോളെ, നീ ആ സിദ്ധം തന്ന യന്ത്രം കൊണ്ട് പൂജാമുറി വെച്ചിട്ട് വാ. മറ്റന്നാള് പുറപ്പെടും വരെ അതിന്റെ മേളിലൊരു കണ്ണുണ്ടാവണം. ശരി സത്യമ്മ. പ്രീതി മോൾ വന്നല്ലോ. ചെല്ല്. രാഘവേട്ട, ഞാൻ നീ പോയി എല്ലാം അറേഞ്ച് ചെയ്യ്. നീ എന്താ വിഷ്ണു ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യാനായിട്ട്. രാഘവേട്ട, ഞാനന്ന് അങ്ങോട്ട്. അതെ, അസിദ്ധം പോവാൻ നേരത്തെ എന്തൊരു വാക്ക് പറഞ്ഞില്ലേ? തഥാസ്തു. അത് തന്നെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തഥാസ്തു എന്ന് പറഞ്ഞാ അങ്ങനെ ഒന്ന് സംഭവിക്കട്ടെ എന്ന്. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. പൊട്ടാ എടാ, അങ്ങനെ തന്നെ എന്ന്. എന്ന് വെച്ചാ എങ്കിൽ ശരിയെന്ന്. വേണേ അങ്ങനെയും പറയാം. എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ പറഞ്ഞാ പോരെ, വെറുതെ മനുഷ്യനെ കുഴപ്പിക്കാനായിട്ട്. അല്ല അപ്പൊ ശരി, തഥാസ്തു. ഇവരെന്താ ഇവന്റെ ഒരു കാര്യം. പ്രീതി, അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ് മരണം. ഭഗവാനെ, പ്രീതിക്കും കുഞ്ഞിനും ഒരു ദോഷവും വരുത്തല്ലേ. പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിന് മുമ്പേ ഭഗവാനെ തന്നെ ഞാനിത് കാക്കാൻ ഏൽപ്പിക്കുക. പ്രീതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ പോലെ ഇതും കാത്തോളണേ.
പ്രീതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ അല്ലടി. വിഷ്ണുവേട്ടനോടൊപ്പം ആദിരാത്രി ആഘോഷന്റെ തിമിർപ്പിലല്ലേ നീ? എന്റെ മനസ്സൊന്ന് പിഴച്ചതിന്റെ ശിക്ഷയാണത്. ഇനി അതുണ്ടാവില്ല. ഇനി ഈ വീട്ടിൽ ഭാമാന്റെ അടക്കം ആരും ചിരിക്കില്ല. കണ്ണീരും ചോരയും മാത്രമായിരിക്കും. കാട്ടിത്തരുന്നുണ്ട് ഞാൻ. ആ നിങ്ങൾ പോവാ? ആ ഡിസ്ചാർജായി പോവല്ലേ? അതെ, ഇനിയെങ്കിലും ആ പഴയ മുരട്ട് സ്വഭാവമൊക്കെ മാറ്റിവെച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇത് ഗോപാലേട്ടന്റെ ആവശ്യത്തിനുള്ള പണോ? ഈ പണം ഞാൻ തന്നാണെന്ന് അറിയണ്ട. തിരിച്ചു മറിച്ചു ഒന്നും ചോദിക്കാൻ പോണ്ട. ഞാൻ തന്നതാണെന്ന് ഒരിക്കലും അറിയരുത്. ഇല്ല. എലിയമ്മേ, എന്നാ പിന്നെ ഞാൻ ഗോപാലകൃഷ്ണ. ഏലിയമ്മേ, നിങ്ങൾ ശാരദയും തമ്മിൽ എന്താ ബന്ധം? അത് ഗോപാലകൃഷ്ണ പറയണ ഏലിയമ്മേ. ഏലിയമ്മ എന്നോട് അല്പം കരുണ കാണിച്ചത് ശാരദയുടെ പ്രേരണയിലായിരുന്നല്ലേ? ഈ ലോകബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ കുതിച്ചവനാ ഞാൻ. അതിന് ദൈവങ്ങളെയും അമ്പലങ്ങളെ അഭയം പ്രാപിച്ചത്. അവിടെയും വിധി ഗോപാലകൃഷ്ണനെ അസുഖത്തിന്റെ രൂപത്തിൽ ചതിച്ചു. ആരെയും ആശ്രയിക്കേണ്ടെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് നിങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നു. ധർമാശുപത്രിയാണല്ലോ, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വേറെ പ്രതിഫലം കിട്ടുന്നുണ്ടല്ലോ എന്നായിരുന്നു ഒരാശ്വാസം. അതും ഇപ്പൊ തകർന്നു. ഗോപാലകൃഷ്ണ, ഈ ലോകത്ത് ആരെങ്കിലും ആശ്രയിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. മരിക്കാൻ പോലും ചിലപ്പോ മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു എന്ന് വരും. ഈ ധർമാശുപത്രിയില് പുഴുക്കളെ പോലെ നരകിച്ച് മരണത്തിന് വേണ്ടി യാചിക്കുന്ന കുറെ പേരെ കണ്ടിട്ടുള്ളത് കൊണ്ടാ ഞാനിത് പറയുന്നത്. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരം കാപട്യമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പോകുന്നവരെയും പിന്നാലെ വന്ന് പിടിച്ചു വലിക്കും പഴയ ബന്ധങ്ങള്. ഇത് 3ാമത്തെ തവണയാ ഉപേക്ഷിച്ച് കളഞ്ഞ ഭാര്യ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത്. ഇതൊക്കെ ഒരു നിയോഗമാണെന്നല്ലാതെ എന്താ ഗോപാലകൃഷ്ണ പറയേണ്ടത്? ശാരദാമ്മയോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളോടുള്ള സഹതാപം കൊണ്ടോ അല്ല ഞാൻ നിങ്ങളോട് കരുണ കാട്ടിയത്. മക്കളുടെ കഴുത്തിലെ മാലയും കാതിലെ മൊട്ടുകമ്മലും ഊരി വാങ്ങി അവര് പണയം വെച്ച കാശ്
ശാരദാമ്മ കയ്യിൽ ഏൽപ്പിച്ചതുകൊണ്ടാ. അതെ ഗോപാലകൃഷ്ണ, ഈ ലോകത്ത് ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി വെറുതെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിത്തട്ടിയ സ്നേഹം ഉണ്ടാകണം മനസ്സില്. ശാരദാമ്മയ്ക്കും മക്കൾക്കും അത് വേണ്ടുവോളം ഉണ്ട്. ധർമാശുപത്രിന്ന് വെറുതെ കിട്ടിയതാന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്നത് പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് 10,000 രൂപ വില കൊടുത്തു വാങ്ങിയ മരുന്നുകളാണ്. അതിൽ നിങ്ങളുടെ മൂത്ത മകളുടെ താലിമാലയുടെ, ഇളയ മകളുടെ കാതിലെ മുട്ടുകമ്മലിന്റെ വിയർപ്പിന്റെ ഉപ്പുരസവും ഉണ്ട്. ഇതൊന്നും ഗോപാലകൃഷ്ണൻ ഒരു കാലത്തും അറിയരുതെന്ന് പറഞ്ഞ ശാരദാമ്മ അപ്പോഴപ്പോഴായി പണം എന്നെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലോകബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഗോപാലകൃഷ്ണൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇതൊന്ന് അറിയിക്കണമെന്ന് തോന്നി. ചില അറിവുകള് വലിയ ഭാരമായാലേ അമ്മേ. ഗോപാലകൃഷ്ണ, പഴയതൊക്കെ മറക്ക് ഗോപാലകൃഷ്ണ. പിന്നെ നാട്ടുകാരെന്തു പറയുന്നു എന്നൊന്നും കാര്യമാക്കണ്ട. ശാരദാമ്മയുടെയും മക്കളുടെ അടുത്തേക്ക് തന്നെ പോ. ഹൃദയം നിറച്ച സ്നേഹമായിട്ട് അവര് കാത്തിരിക്കുന്നുണ്ട്. പിന്നിട്ട വഴികളിലൂടെ ഇനി തിരിച്ചൊരു നടത്തമില്ല ഏലിയമ്മേ. കടങ്ങൾ കുറെ ഉണ്ട്. അതിനിയും ജന്മങ്ങളുണ്ടെങ്കിൽ വീട്ടിക്കൊള്ളാം. അപ്പോ കുറച്ചു ദിവസം മോനൂടെ ഉണ്ടാവില്ല അല്ലേ? 1-2 ദിവസം, അത് കഴിയുമ്പോ ഞാൻ ഇങ്ങ് ഓടി വരില്ലേ അമ്മേ? എന്നിട്ടും ഈ മുഖത്ത് എന്തോ ഒരു വാട്ടം. ഏയ്, അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ലല്ലോ. സുസ്മിത നീ അന്വേഷിച്ച് നടന്ന കാലത്ത് മാത്രമല്ലാതെ. അധികം ബന്ധുക്കളൊന്നുമില്ല അമ്മയ്ക്ക്. അച്ഛനും അങ്ങനെ തന്നെ. ഒറ്റപ്പെട്ട 2 പേരുടെ കൂടിച്ചേരലായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ പരസ്പരം ഒറ്റയ്ക്കാവാതിരിക്കാനുള്ള മത്സരമായിരുന്നു ഞങ്ങൾക്ക് ജീവിതം. പിരിഞ്ഞു നിന്ന ഒരു രാത്രിയില്ല. പക്ഷെ ദൈവത്തിന് ഞങ്ങളോട് അസൂയ തോന്നിയെന്ന് തോന്നുന്നു. എന്നെ ഒറ്റയ്ക്കാക്കി അദ്ദേഹത്തെ മാത്രം വിളിച്ചുകൊണ്ടുപോയി. അത് അവള് കാരണമല്ലേ ആ സുസ്മിത? എന്ന് തീർത്ത് പറയാനും വയ്യ. ജ്യോതിഷമൊക്കെ നല്ലതുപോലെ അറിയായിരുന്നല്ലോ നിന്റെ അച്ഛന്. 59 വരെ വിധിയുള്ളൂന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. നിന്റെ കാര്യത്തിലും അങ്ങനെ ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 7 ശനി ഉണ്ടെന്നും 28ാമത്തെ വയസ്സ് വളരെയധികം സൂക്ഷിക്കണമെന്നും. നിനക്കിപ്പോ 28. അതാ എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് വിടുമ്പോ അമ്മയ്ക്ക് പേടി. അമ്മയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ആദ്യമൊന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ചിലത് മുന്നിൽ കാണുമ്പോ അറിയാതെ വിശ്വാസം വന്നു പോകും. അമ്മേ, ഞങ്ങളിപ്പോ പഞ്ചകൈലാസ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്. പൂജ അവിടെ ചെയ്യാം. നീ കളിയാക്കണ്ട. സുസ്മിതയുടെ ഒപ്പം യാത്ര. അവളെക്കാളും വലിയ എന്ത് ദുരന്തം ഇനി വരാനുള്ളത്? നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയൊക്കെ കേട്ടിട്ട് എനിക്ക് കൊതിയാവുക. നിങ്ങൾ 2 ആളുമാണെങ്കിലും എന്നും പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ജീവിതാവസാനം വരെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഇടയ്ക്ക് കൈ കൊടുത്ത് പിരിയുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ അതേസമയം ശത്രുതയോടെ ജീവിക്കുമെന്ന് ശപഥം ചെയ്തിട്ട് ഒരിക്കലും പിരിയാനാവാതെ സ്നേഹിച്ച് മരിക്കുന്നവരും ഉണ്ട്.
ഈ കല്യാണം എന്ന് പറയുന്നത് വലിയൊരു കടങ്കഥയാ. ആ 3 അക്ഷരത്തിനുള്ളിൽ വിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. അമ്മ എന്തേ പറഞ്ഞു വരുന്നേ? ഞാൻ സുസ്മിത സ്നേഹിക്കുമെന്നോ? നീ സ്നേഹിക്കരുതെന്നേ ഞാൻ പറയൂ. അപ്പൊ അവളാണ് ശരിയെന്ന് വരും. അതേസമയം കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവളൊരു മാനസാന്തരത്തിന് തയ്യാറായ നീയും സ്നേഹിക്കണം. സുസ്മിതയുടെ ജീവിതം നശിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. കാരണമില്ലാതെ ഒരു പെണ്ണിന്റെയും കൂടി കണ്ണുനീര് ഈ വീട്ടിൽ വീഴാൻ പാടില്ല. അമ്മേ, അതെ, നിനക്ക് പറയാനുള്ളതെല്ലാം എന്റെ ന്യായങ്ങൾ തന്നെയാ. അതെല്ലാം ആലോചിച്ച് തന്നെയാ പറയുന്നത്. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകണമെന്ന്. അതിനുള്ള തുടക്കമായിരിക്കണം നിങ്ങൾ ഒരുമിച്ച് പഞ്ചകൈലാസത്തിലേക്കുള്ള യാത്ര. എന്താ എലിയമ്മേ ഗോപാലേട്ടന്റെ അസുഖം? TB ആന്നേ. പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ക്ഷയരോഗമല്ല, അതിന്റെ പുതിയൊരു വകഭേദം. ഈ കണക്കിന് പോയ രാജേശ്വരി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും കേട്ടോ. അമ്മേ. ആ മോളെ പറയേ. അമ്മേ, അമ്മ നാളെ ഇവിടെ ഒന്ന് വരണം. ആ എന്താടി? ഞങ്ങള് പഞ്ചകൈലാസത്തിലെ ക്ഷേത്രം വരെ ഒന്ന് പോവാ അമ്മേ.